ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. ോ ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ? നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോട്ടാണ്ടായോണ്ടല്ലോ കുഞ്ഞുണ്ടായത്. മോശം മോശം. ദൈവത്തിനോടോ ബാപ്പയോടോ സഹോദരനോടോ പറയാൻ പറ്റുന്ന വാക്കുകളല്ല. നമസ്കാരം. സജിന നൂറ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി ചാവാനുണ്ട്. സജിന നൂറ് ഇന്നലെ മറുനാടൻ സ്പെഷ്യലിനകത്തൊരു ഇന്റർവ്യൂ എടുത്തു. വളരെ എന്താ പറയുന്നത്, വളരെ വൈകാരികമായിട്ടൊക്കെയാണ് അതിൽ സംസാരിക്കുന്നത്. പക്ഷെ വൻ കോമഡി ആയിരുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാനൊരു വീഡിയോ എൻ്റെ മെയിൻ ചാനൽ രാഷ് ടോക്സ് എന്ന് പറയുന്ന ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. പോയി കാണുക. ഇതിനകത്ത് ഞാൻ ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. അത് സജിന നൂറ് അതിനകത്ത് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് മറ്റൊന്നുമല്ല, റസൂൽ പൂക്കുട്ടി എൻ്റെ വാപ്പയാണ്, എൻ്റെ സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൊട്ടി ചിരിക്കുകയായിരുന്നു. ചിരി എന്തുദ്ദേശത്തിലാണ് അവരങ്ങനെ പറഞ്ഞത് എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല. 3 പ്രാവശ്യം ഗർഭിണിയാക്കിയ ആ റസൂൽ പൂക്കുറ്റി എൻ്റെ ദൈവമാണ്, എൻ്റെ വാപ്പയാണ്, എൻ്റെ സഹോദരനാണ് എന്നൊക്കെയാണ് സജിന നൂറ് പറയുന്നത്. എന്തായാലും സജിന നൂറ് പറഞ്ഞ ആ സാധനം ഒന്ന് കേൾക്കാം. കേട്ടതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ ആൻമേരിയ എന്ന് പറഞ്ഞ പുള്ളിക്കാരിക്കും ദിയ എന്ന് പറഞ്ഞ സ്ഥലത്തും ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ, ഞങ്ങൾ മിക്കായി ഞാനുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പം സോൾവ് ചെയ്യാൻ ഇവരൊക്കെ ആയിരുന്നു ഇടയ്ക്ക് നിൽക്കുന്നത്. ചെറിയ കുഞ്ഞു പ്രശ്നങ്ങൾ വരുമ്പോൾ ഫ്രണ്ട്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപെടും. അല്ലല്ല, റസൂലിക്കായിട്ടുള്ള പ്രശ്നത്തിലും ഞങ്ങൾ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ. അഫെയർ അല്ല ചേട്ടാ. എനിക്ക് ഇപ്പോഴും ഞാനത് പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ പുള്ളി എനിക്ക് ആരാണെന്ന് ചോദിച്ചാൽ എനിക്കത് അതിനൊരു ഇതില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എന്നെ ഒരു വീഴ്ചയിൽ എന്നെ കൈ പിടിച്ച് കയറ്റിക്കൊണ്ട് വന്നേ. നിങ്ങൾ തമ്മിൽ ഒരു അഫയർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അഫയർ അല്ല എന്ന് പറയുന്നത്. പിന്നെ എന്തായിരിക്കും? 3 വർഷം ഗർഭിണിയായി. അപ്പൊ അഫയർ അല്ല, ദിവ്യഗർഭമാണോ സജന നൂർ താങ്കൾക്ക് ഉണ്ടായത്? ഈ പറയുന്ന നമ്മൾ പണ്ടൊക്കെ നമ്മൾ കഥകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തിന് പ്രാർത്ഥിച്ച് അവസാനം എനിക്ക് തോന്നുന്നു പാണ്ഡവന്മാരുടെ അമ്മയുണ്ടല്ലോ, അവരിങ്ങനെ ദൈവത്തെ പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ സൂര്യദേവൻ പ്രത്യക്ഷപ്പെട്ട് കൊടുത്ത കുഞ്ഞാണ് അർജുനൻ. അങ്ങനെ കിട്ടിയ കുഞ്ഞാണോ, അങ്ങനെ കിട്ടിയ ഗർഭമാണോ ഇതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ബാക്കിയൊക്കെ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഫീസ്, എൻ്റെ കാര്യങ്ങൾ, എൻ്റെ വീട്ടു ചെലവ് എല്ലാം അയാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ ദൈവ തുല്യമാണ് എനിക്ക് അയാൾ. കാരണം പുള്ളിക്കാരൻ എനിക്ക് ചെയ്തിട്ടുള്ള ഹെൽപ്പ്, കാരണം ഒരു പടുക്കുഴിയിൽ വീഴാൻ പോയ ഒരു കുട്ടിയെ പിടിച്ചുയർത്തി എണ്ണിച്ചിട്ട് വന്നതിൻ്റെ ശിക്ഷയാണ് ഇപ്പം വന്നത് പുള്ളിക്കാരന്. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് നല്ലൊരു ബോണ്ടിങ് ആയി, നല്ലൊരു ടിക് ഫ്രണ്ട്സായി, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാം സംസാരിക്കാനായി. ഇപ്പോഴും ആ ബന്ധത്തിന് എന്ത് വിലയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് എൻ്റെ ആരാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും പുള്ളി എന്താണെന്ന് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കാമുകനാണോ, അല്ലെങ്കിൽ ഒരു സഹോദരനാണോ, അല്ലെങ്കിൽ ഒരു വാപ്പാണോ, ഒരു എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അയാൾ എൻ്റെ ദൈവമാണോ എന്ന് എനിക്കും അറിയത്തില്ല. അത്രയും എന്നെയും എൻ്റെ കുഞ്ഞുങ്ങളെയും നോക്കി എനിക്ക് എങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. അത്രയും സിറ്റുവേഷനിൽ നിന്ന് എന്നെ കൈപിടിച്ച് തന്ന ഒരു വലിയൊരു മനുഷ്യനാണ്. പിന്നെ വഴക്കുകളുണ്ടാവാം ഞങ്ങൾ തമ്മിൽ, ഫ്രണ്ട്സ് ആയാലും നമ്മൾ തമ്മിൽ. ഞാൻ പറഞ്ഞ നേരത്തെ കണക്ക് ഫ്രണ്ട്സ് ആയാലും എന്തുണ്ടെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാവും. അപ്പൊ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാണ് ആദ്യം പറഞ്ഞത്. എൻ്റെ സഹോദരനാണോ, കാമുകനാണോ, വാപ്പാണോ, അതായത് വാപ്പ എന്നാ ഉദ്ദേശിച്ചത്, വാപ്പയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. എൻ്റെ എല്ലാമാണ്. എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ എന്തോ ആണ് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞുതരാം അറിഞ്ഞൂടെങ്കിൽ. അയാൾ എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് താങ്കളുടെ ജാരനാണ് അദ്ദേഹം. അതായത് എന്താ പറയുന്നത്, താങ്കളുടെ അവിഹിത പാർട്ട്ണറാണ് അദ്ദേഹം. വാപ്പയല്ല. വാപ്പ ഒരിക്കലും മക്കൾക്ക് ഗർഭം ഉണ്ടാക്കി കൊടുക്കാറില്ല. ഓക്കെ, അതും 2-3 പ്രാവശ്യം ഗർഭം ഉണ്ടാക്കി കൊടുക്കാറില്ല. സഹോദരനേ അല്ല. കാരണം എന്താണ്, സഹോദരൻ അങ്ങനെ ചെയ്യാറില്ല. സ്വന്തം ചോരയിലെടുത്ത് പോയി ഈ പറയുന്ന വൃത്തികേട് കാണിക്കത്തില്ല. ഇത് താങ്കൾക്ക് 3 പ്രാവശ്യം ഗർഭം ഉണ്ടാക്കിയ ഒരാള് തന്റെ വാപ്പയാണെന്ന് പറയുന്നത് എത്ര നിങ്ങൾക്ക് കിളി പോയിരിക്കുകയാണോ? അല്ല, കിളി പോയിരിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവർക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്ന്. എൻ്റെ പിന്നീട് എല്ലാമാണ്, എൻ്റെ വലിയൊരു മനുഷ്യനാണ്. ഇതൊക്കെ ആരും പറയാം, മറ്റൊരാളുടെ ഭർത്താവിനെ കുറിച്ച് പറയുന്നത്. മറ്റൊരാളുടെ ഭർത്താവിനെ വശീകരിച്ചെടുത്ത് 3 പ്രാവശ്യം ഗർഭിണിയാകുകയും അതിനുശേഷം ഈ പറയുന്ന കോടി രൂപ തന്നാൽ ഞാൻ ഇതൊക്കെ വിടാം എന്നൊക്കെ പറഞ്ഞ ലെവലിനെ പറ്റിയാണ് പറയുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ സ്വന്തം വാപ്പയെ കുറിച്ച്, അല്ലെങ്കിൽ സ്വന്തം ദൈവത്തെ കുറിച്ച്, സ്വന്തം സഹോദരനെ കുറിച്ച് സജിന ഫിറോസ് മുമ്പ് പറഞ്ഞ ഒരു കേസ് ഞാൻ വയ്ക്കാമേ.
ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോൾ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും, നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും, എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അത് എനിക്ക് നിങ്ങളുടെ കുഞ്ഞിനെ ആവശ്യമാണ്. ദൈവത്തിന്റെ അടുത്താണ് പറഞ്ഞത്, ദൈവമേ എനിക്കൊരു കുഞ്ഞിനെ ആവശ്യമാണ്. അത് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ദൈവത്തിനൊക്കെ പ്രാർത്ഥിച്ച് അവർ ദിവ്യഗർഭം കൊടുക്കും. ശരി, നിനക്കൊരു കുഞ്ഞ് വരട്ടെ. അങ്ങനെ കിട്ടിയതാണോ? ചിലപ്പോൾ അങ്ങനെ കിട്ടിയാണ് അതിന് ദൈവം എന്ന് പറയുന്നത്. ചിലപ്പം ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത ഗർഭമാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാക്കി കേട്ടാൽ ചിലപ്പോൾ ക്ലിയർ ആവും. കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച്, ഇക്കാരനക്ക് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം, അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ദൈവത്തിനോട് സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ചെയ്യുന്നതാണ് ദൈവം. വാപ്പ സഹോദരൻ അവന്റെ അടുത്ത് ദിവ്യഗർഭമല്ലെന്ന് തന്നെ പറയുന്നുണ്ട്. ദൈവത്തിനോട് സന്തോഷത്തോട് ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ചെയ്തപ്പോ, ഇപ്പോഴത്തെ ഭാഷയിൽ പ്ലക്ക് ചെയ്യപ്പോ ഉണ്ടായതാണ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? ബാക്കി ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നോണ്ടായോണ്ടല്ലോ കുഞ്ഞുണ്ടായത്. മോശം മോശം. ദൈവത്തിനോടോ ബാപ്പയോടോ സഹോദരനോടോ പറയാൻ പറ്റുന്ന വാക്കുകളല്ല ഇതൊന്നും. നിങ്ങളിരിക്കുന്ന സാധനം എടുത്തുണ്ടാക്ക. എനിക്ക് തന്നെ പറയാം, എനിക്ക് ലജ്ജ തോന്നുന്നു, ലജ്ജ. എന്റെ പൊന്ന് സജിന, സ്വന്തം കാര്യം വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വന്ന് മണ്ടത്തരങ്ങൾ. ഇതിപ്പോ നിങ്ങൾക്ക് ട്രോള, നിങ്ങൾ ഈ ട്രോൾ ഇത് എപ്പോഴെങ്കിലും അവസാനിച്ചു എന്ന് തോന്നുന്നുണ്ടോ? ഇതെന്താ പറയുന്നത്? മറ്റൊരാളുടെ ഭർത്താവ്, അവരുമായിട്ട് നിങ്ങൾക്ക് അവിഹിതമാണ്. ഇതിനെ പച്ചമർദ്ദത്തെ അവിഹിതമാണ്. മനസ്സിലായോ? നിങ്ങളും ഈ കുട്ടിയും തമ്മിലുള്ള ബന്ധം ഒരു അവിഹിത ബന്ധമാണ്. ഇല്ലെന്നൊരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങളുടെ ഭാര്യയല്ല, നിങ്ങൾ നിലവിൽ ഡിവോഴ്സ്ഡ് അല്ല, നിങ്ങൾ പിരിഞ്ഞു താമസിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡിവോഴ്സ്ഡ് അല്ല. പുള്ളിക്ക് എന്തുണ്ട്? പുള്ളിക്ക് ഒരു ഭാര്യ ഉണ്ട്. ആ ഭാര്യയെ കൊല്ലണമെന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. എന്നാലേ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നലെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷമാണ് പറയുന്നത് അയാൾ ആരാണെന്ന് എനിക്കറിയത്തില്ല. അതായത് ഫോൺ വിളിക്കുമ്പോൾ നമ്മൾ ആ ഫോൺ റെക്കോർഡിങ് നമ്മൾ കേട്ടല്ലോ, ഫിറോസ് ഖാൻ പുറത്തുവിട്ട ഫോൺ റെക്കോർഡിങ്. അതിനകത്ത് അങ്ങേര് ആരെന്ന് അറിഞ്ഞുകൂടാ. അങ്ങേര് നമ്മൾ വിചാരിക്കും പോലെ ഒന്നും അല്ല. അങ്ങേര് അമ്മയുടെ പ്രായമുള്ളവരെ വരെ എടുക്കും, മറ്റതും മറിച്ചതുമാണ്. നിങ്ങൾ എനിക്ക് മറ്റേ ചെയ്തതെന്നല്ലേ, 1 അല്ല 2 അല്ല 3 പ്രാവശ്യം എന്നൊക്കെ പറയുകയും, ഇവിടെ ഇന്റർവ്യൂവിൽ വരുമ്പോൾ പുള്ളി ഭയങ്കര ദൈവതുല്യമാണ്. ഈ ചില ഭാര്യമാരൊക്കെ പറയും എന്റെ ഭർത്താവ് എനിക്ക് ദൈവതുല്യമാണ്. അത് നമുക്ക് ശരി, ഓക്കെ, ഒരു ആരാധന കൊണ്ട് പറയുന്നത് പോലെ നമുക്ക് കണക്കാക്കാം. ഈ അപ്പയാണ് സഹോദരനാണെന്ന് പറയുന്ന ഏതർത്ഥത്തിൽ അതിന്റെ ഛേദോ വികാരം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ അതുപോലെ ഇന്നലെ ഒരുപാട് സാധനങ്ങൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഫിറോസ് ഖാന്റെ ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. അതൊക്കെ എന്റെ മെയിൻ ചാനലുണ്ട്, പോയി കാണണം കേട്ടോ. ദിയാസനയെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്തൊക്കെ പറയുന്നതിലൊന്നും ഒരു ലോജിക്ക് ഇല്ല എന്നുള്ളതാണ്. പറയുന്നതൊക്കെ എവിടെ എന്തൊക്കെ കള്ളങ്ങൾ പറയുന്നു എന്നുള്ളതാണ്. അതായത് ഇവരയിൽ ഇരിക്കുന്ന വോയിസ്, ഫിറോസ് ഖാൻ പുറത്തുവിട്ട വോയിസ് ദിയാസനയും ആൻമേരി എന്ന് പറയുന്ന ഇവരുടെ 2 ബെസ്റ്റ് ഫ്രണ്ടുകളായിരുന്നവർക്ക് കൊടുത്തതാണ്. അവരാണ് ഫിറോസ് ഖാൻ കൊടുത്തത്. അപ്പൊ അത് കൊടുക്കാനുള്ള കാര്യം, എല്ലാവർക്കും വേറെ അവിഹിതമുണ്ട്. അവരും ഇതുപോലെ ഏതോ പ്രൊഡ്യൂസറെ വളച്ചെടുത്ത് അവരെ ഇന്ന് ഹണി ട്രാപ്പ് വഴി പൈസ വാങ്ങിച്ചു വന്ന് ഈ ദിയാസന പിന്നീട് MDMA വിറ്റു, അങ്ങനെയുള്ള സാധനങ്ങൾ. പക്ഷെ അതൊന്നും ലോജിക്ക് 5 മാസം മുമ്പ് അതായത് കേൾക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പൊ അവർക്കെതിരായിട്ട് നിന്നവര് ഇതുവരെയ്ക്കായിട്ടും ഇത്രയും ദിവസം ഒക്കെ പറഞ്ഞപ്പോഴും ഈ ദിയാസനയെ കുറിച്ചോ അല്ലെങ്കിൽ അവരെ കുറിച്ചോ ഈ ഒരു പരാമർശം ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. ഇന്നൊരു ഇന്റർവ്യൂ കൊടുത്തിട്ട് പെട്ടെന്നൊരു കാര്യം, ഇത്രയും ഭയങ്കര ഒരു കേസ് എടുത്ത് പുറത്തിടുകയാണ് എന്ന് പറയുമ്പോൾ അതിനൊരു ലോജിക്ക് ഇല്ലായ്മയുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് വരണം. വാർത്താളടിച്ചിട്ട് കാര്യമില്ല, ചുമ്മാ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തെങ്കിലും ഒരു പ്രൂഫ് വന്നാലേ നമുക്കത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കാരണം MDMA ഒക്കെ വിൽക്കുന്നു അല്ലെങ്കിൽ എടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവമാണ്. മനസ്സിലായോ? അപ്പൊ അതിനെന്തെങ്കിലും നിങ്ങൾ പ്രൂഫ് വരണം. അല്ലെങ്കിൽ നിങ്ങൾ പ്രൂഫ് ഉണ്ടാക്കാൻ സംസാരിച്ചതോ റെക്കോർഡിയോ എന്തെങ്കിലും വേണം. അതൊന്നും ഇല്ലാതെ വാഴത്തോടെ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പൊന്ന് സജനത്തെ, താങ്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി, താങ്കളും പൂക്കുറ്റിയുമായിട്ടുള്ള അവിഹിതം ഒരു മനുഷ്യരും അംഗീകരിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇനി നിങ്ങൾ എന്തിനാ മറ്റേ പൂക്കുറ്റിയുടെ ഭാര്യ മരിക്കാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കുകയാണ്? ഇവർ ഈ പറയുന്ന പിന്നെ ഉടക്കുമ്പോ വന്ന് ക്യാമറ തുറന്നു വെച്ച് കുറെയൊക്കെ വിളിച്ചെന്ന് പറയും.
അതിനുശേഷം വീണ്ടും പൂക്കുറ്റിയെ വിളിച്ച് രമ്യതയിലാണ് ചൊപ്പോട്ട് ചക്കരെ മറ്റത് മറയത്. കഴിഞ്ഞ പ്രാവശ്യം ഗർഭിണിയാണ്, 2.5 മാസം ഗർഭിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടല്ലോ. അതായത് പൂക്കുറ്റിക്കെതിരായിട്ടുള്ള പോസ്റ്റ് ഇട്ടല്ലോ, ഇങ്ങനെയാണ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അതിനുശേഷം ഇവർ തമ്മിൽ വീണ്ടും രമ്യതയിലായിട്ട് ഇവള് ഗർഭം അലസിപ്പോയി. ഇവള് പറഞ്ഞില്ല ആരടുത്ത്, ഈ പൂക്കുറ്റി എടുത്ത് പറഞ്ഞില്ല. എന്നിട്ടും വിളിച്ച് ഹോട്ടലിൽ പോയി നിരന്തരം പ്ലക്കമായിരുന്നു. അവസാനം വീണ്ടും ഗർഭിണിയായി. മനസ്സിലായോ? ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ എന്നാൾ വന്നിട്ട് പൂക്കുറ്റി ഈ വോയിസും കാര്യങ്ങളൊക്കെ ഇറക്കുന്നത് പ്രശ്നം. എന്നാലും ഇവരുടെ ഇടയിൽ അന്തർധാര വളരെയാണ്. കാരണം 2 ദിവസം കൂടുമ്പോൾ ഇവര് പേഴ്സണലായിട്ടും പിന്നീട് കാണുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സൗകര്യപൂർവ്വം നടക്കുന്നുണ്ട്. പക്ഷെ അവിടെ മറ്റൊരു ഭാര്യ വയ്യാതെ കിടക്കുന്ന ഭാര്യയും മക്കളും ഉണ്ടെന്ന് മാത്രമേ അവർക്ക് പറയാം. ഇപ്പോഴെന്താ ഈ പറയുന്ന ഇന്റർവ്യൂവിൽ നിന്ന് വളരെ പച്ചയ്ക്ക് പറയുകയാണ്, എനിക്ക് അയാൾ ദൈവമാണ്, വാപ്പയാണ്, സഹോദരനാണ്, 3 പ്രാവശ്യം ഗർഭം ഉണ്ടാക്കിയ ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. സജിനിക്ക് എങ്ങനെയെങ്കിലും പൂക്കുറ്റിയെ വേണം, പൂക്കുറ്റിയെ കളയാൻ പറ്റത്തില്ല. ഇനി ഒരിക്കലും പൂക്കുറ്റി കളഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. അതുകൊണ്ട് ഏത് രീതിയിലും പൂക്കുറ്റിയെ കൂടെ നിർത്തണം എന്നുള്ള ഒരേ ഒരു അജണ്ടയിലാണ് സജിന നടക്കുന്നത് എന്നുള്ളത്. അതായത് 100% കമന്റ് നമുക്ക് കൊടുക്കണം. ശരി.